ഇതിന്റെ ഈ മേലേക്ക് നമ്മള് കളറിടുമ്പോ ഈ എയർ വന്നില്ലാണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പേടിക്കാം. കാരണം ഇതില് അടി പിടിക്കുമോന്ന് സംശയിക്കണം. ഈ നീര് തള്ളി പുറത്തേക്ക് വരണം. അത് വരുമ്പോ നമുക്ക് ഓക്കെ ഒന്നും കുഴപ്പമില്ല മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് എയർ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറുതായിട്ട് പേടിക്കും. കാരണം അടിയില് ചെറുതായിട്ട് കുടുങ്ങികള് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പേടിണ്ടാവല്ലേ? ഇത് ദമ്മ് പൊട്ടിക്കുന്നവരെ വെപ്പേരെ മനസ്സിലായിരിക്കും, കല്ലായിരിക്കും. കാരണം അത് പേടി പൊട്ടിക്കുമ്പോ മാഷാള്ള കുഴപ്പം വരരുത് ഇത് മാത്രം ചിന്തിക്കുള്ളൂ. അപ്പൊ ഇത് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇതല്ലേ? അതായത് മുകളിലെ നീര് നമ്മളിപ്പോ മേലെ കണ്ടിട്ടോ നീര് ഫുള്ള് പോരും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട് സ്റ്റൈലില് ബിരിയാണി വെക്കുമ്പോൾ നമുക്കറിയാം പച്ച മസാലയിൽ ചിക്കൻ വേവിക്കാതെ ഇട്ടിട്ട് അതിന് മുകളിൽ റൈസ് ഇട്ടിട്ടാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പല പാചകക്കാരുടെ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു സ്കില്ല് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇത് ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ താഴെ കിടക്കുന്ന ചിക്കൻ വെന്തോ ഇല്ലെങ്കിൽ അടി പിടിച്ചോ ഇല്ല എന്നുള്ളത്. നമ്മൾ മറ്റു രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും നല്ല രീതിയിൽ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി ചിക്കൻ വെന്തതിന് ശേഷമാണ് ദം ചെയ്യണത്. പക്ഷേ ഇതങ്ങനെയല്ല, ദമ്മ് കിടന്നിട്ടാണ് ഇത് വേവണത്. അടിയിൽ പിടിച്ചിട്ടുണ്ടാവുമോ ഇല്ലേ എന്നുള്ള മുൻകൂട്ടി അവർക്കൊരു ധൈര്യം കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് അതെങ്ങനെ മനസ്സിലാക്കാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്.